ആർക്കും തള്ളിക്കളയാനാകാത്ത ഫാക്ടറായി PV അൻവർ നിലമ്പൂരിൽ മാറിയെന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 5000 വോട്ടുകൾ പോലും നേടില്ല എന്ന് വിധിയെഴുതിയ മുന്നണി നേതാക്കൾക്കുള്ള മറുപടിയാണ് അൻവറിന്റെ 20,000-അടുത്തുള്ള വോട്ടുകൾ. ഒറ്റയ്ക്ക് മത്സരത്തിൽ ശക്തി തെളിയിച്ച അൻവറിന് മുന്നിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-ലെ അടഞ്ഞ വാതിലുകൾ ഇനി തുറക്കുമെന്നതും ഉറപ്പായി കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാനാകില്ല എന്ന ഒറ്റ പിടിവാശിയിൽ UDF-ലേക്കുള്ള വാതിൽ സ്വയം അടച്ച PV അൻവറിന് പറയാൻ ന്യായീകരണങ്ങൾ പലതുണ്ടായിരുന്നു. പിണറായിസവും സതീശനിസവും മാറി മാറി തൊടുത്തുവിട്ട അൻവർ തന്റെ സ്വന്തം തട്ടകത്തിൽ സ്വതന്ത്രനായി ഒറ്റയ്ക്കിറങ്ങുമ്പോഴും 9 വർഷം നെഞ്ചോട് ചേർത്ത മണ്ഡലം അങ്ങനെയങ്ങ് കൈവിടില്ലെന്ന ആത്മവിശ്വാസം മുറുകെ പിടിച്ചിരുന്നു. LDF-ലും UDF-ലും കരുത്തന്മാരായ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയിട്ടും മണ്ഡലത്തിലുള്ള തന്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വോട്ടെണ്ണൽ പകുതിയെത്തിയപ്പോഴേക്കും അൻവറിനെ ചേർത്ത് നിർത്താൻ KPCC അധ്യക്ഷനും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കം UDF നേതൃത്വം തയ്യാറായത്. ഞാൻ അൻവറെ കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരാളാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനുവേണ്ടി അവസാനം വരെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരുമായി സംസാരിച്ച് അതിൻ്റെ ശ്രമം നടത്തിയ ആളാണ്. കാരണം UDF എല്ലാ കാലത്തും CPM-നെതിരെ നിലപാട് സ്വീകരിച്ചവരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് UDF-മായി ചർച്ച ചെയ്തുകൊണ്ട് UDF-ലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല, അൻവർ കൂടി ഉണ്ടായതെങ്കിൽ 25,000 വോട്ടിന് ജയിക്കായിരുന്നു. അതൊക്കെ പാർട്ടിയിലും മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അതൊന്നും ആരും ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല. ഒരു കൊട്ടിക്കലാശം പോലും നടത്താതെ ഇത്രയേറെ അനുയായികൾ ഒപ്പമുണ്ടെന്ന് തെളിയിക്കാൻ അൻവറിനായി. ഈ ഉപതെരഞ്ഞെടുപ്പിലുടനീളം തന്റെ പ്രസ്താവനകൾ മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടേയിരുന്ന അൻവർ പക്ഷെ തുടക്കം മുതൽ ഒടുക്കം വരെ പിണറായിസത്തിനെതിരെയാണ് പോരാട്ടമെന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പോരാട്ടം വിജയം കണ്ടുവെന്ന് അൻവറിന് തെളിയിക്കാൻ കഴിഞ്ഞു. 5000 വോട്ടുകൾ പോലും നേടില്ല എന്ന് മുന്നണികൾ വിധി എഴുതിയിടത്താണ് വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും മുന്നണി നേതാക്കൾക്ക് അൻവറിന്റെ മുന്നേറ്റം നെഞ്ചെടുപ്പ് നൽകിയത്. ഇനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ആരുടെയും വാതിൽ മുട്ടാൻ അൻവറിന് പോകേണ്ടി വരില്ല. അൻവറിന് മുന്നിൽ അടയ്ക്കപ്പെട്ട UDF-ന്റെ വാതിൽ തനിയെ തുറക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.